ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അപ്പു വന്നിട്ടുണ്ടായി. ഇന്നലെ വന്നതല്ലേ, ഇന്നലെ വൈകുന്നേരം വന്ന് ഇന്ന് രാവിലെ അങ്ങനെ വന്ന് ഇന്നിപ്പോ പോകുന്നുണ്ട്. ഞണ്ട് കറി ഉണ്ടാക്കാൻ കൊണ്ട് ഞണ്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായല്ലോ ഇത് നമ്മൾ നണ്ട് കിട്ടാണ്ട്. നണ്ട് കൊണ്ടുവരണം പറഞ്ഞാൽ നണ്ടേ വരത്തില്ല. അപ്പോൾ ഇന്ന് നണ്ട് കിട്ടി. വൃത്തിയാക്കാം. അപ്പൊ മീൻ കടയ്ക്ക് പോയപ്പോ എന്ത് മീന് വേണം നോക്കുമ്പോ ഞണ്ട് ഉണ്ടായി. എനിക്കിഷ്ടം ഞണ്ട്. അപ്പൊ അങ്ങനെ ഞണ്ട് കൊടുന്നത്. ഇത് ചെറിയ ഞണ്ടില് ഇറച്ചി ജാസ്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതെടുത്തത്. എന്താ ചെറിയ ഞണ്ട് കാലില്ലേ, ഈ കാലിന് ഇങ്ങോട്ട് വേണ്ട, ഇത് പൊട്ടിച്ച് കളയാ. എന്നിട്ട് ഇതിന്റെ ഈ നെഗ ഉണ്ടല്ലേ, ഇത് എടുക്കുന്നെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ടാത്തുണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഞാനിത് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇത് നെഗെല്ലാം പറിച്ചെടുത്ത് എന്താ ഇതെല്ലാം എടുത്തിട്ടായി. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ എന്താ ഇത് പറിച്ചെടുത്തലായി. ഇത്രേ ഉള്ളൂ ഇതിന്റെ പണി. നീട്ടായി. ഇനി ഇത് രണ്ട് കഷ്ണാക്കണമെങ്കിൽ കഷ്ണാക്കാം. ഇപ്പൊ ചെറിയതല്ലേ രണ്ട്, നമുക്ക് ഇതിങ്ങനെ ഇടാം. എന്നിട്ട് ബാക്കിയുള്ളത് രണ്ടും ഇനി ഇതിനെ നല്ലോണം ഉപ്പിട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകണം. കഴുകിയെടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് നമുക്ക് നീറ്റായിട്ട് കഴുകിയെടുക്കാം. കഴുകിട്ടെടുക്കാം. തക്കാളി ഉള്ളിയെല്ലാം കഴുകിട്ടെടുക്കാം. തക്കാളി, 2 ഉള്ളിയും 2 പച്ചമുളക്, 3 പച്ചമുളക്, വലിയ പച്ചമുളക് കൊണ്ട് 3. ഇത് ഇപ്പൊ നാട്ടിലുള്ള കറി വെക്കണ എങ്ങനെ വെക്കണതാ അല്ല നമ്മള് ഇവിടുത്തെ അറിഞ്ഞ മാതിരി കറി വെക്കണത്? നാട്ടില് വെക്കണ എങ്ങനെയാന്ന് എനിക്ക് അത്ര അറിയില്ല. ഞാനിക്ക് ഇവിടുത്തെ എങ്ങനെയാന്ന് അറിയുള്ളൂ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് എങ്ങനെ കറി വെക്കണത് പറയാ ആക്കി. ഇഞ്ചി അപ്പൊ നമ്മള് അപ്പുറത്തന്നെ നട്ട ഇഞ്ചി ഇത്. അപ്പൊ ബാലേട്ട എപ്പോഴും പറയും നമുക്ക് ഇഞ്ചി അത് ഇതെല്ലാം നടണ പറഞ്ഞിട്ട്. അതെ, പെട്ടെന്ന് ഇപ്പൊ ഇല്ല പറഞ്ഞാല് ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെയല്ല, 3-4 ഇഞ്ച് നട്ടുവെച്ച് അതില് മഴ ജാസ്തിയായിട്ട് ഇപ്പൊ ഇതൊന്നേ ബാക്കി കണ്ടത്. ഇതൊരു പീസ് കിട്ടി. അപ്പൊ അങ്ങനെ നല്ല ഉണ്ടാവില്ലേ നമ്മളെ വീട്ടില് കെമിക്കലൊന്നും ഇടാണ്ടാക്കണത്. അതെ, വെളുത്തുള്ളി അതിന്റെ ഇതെല്ലാം എടുത്തിട്ട് ഒരു ഫുള്ള് ഇട്ടിന് ഒരു ഇത് ചെറിയൊരു ഇത്. അപ്പൊ ഇതാ വെളുത്തുള്ളി. അപ്പൊ നമ്മളെ പീടിയെന്ന് പേസ്റ്റിനെ കാട്ടി നല്ലത് നമ്മൾ ഇടിച്ച് പൊടിച്ച് വെക്കുന്നത്. ഒരു 2-3 സ്പൂണിന്റെ അത്ര ഒഴിച്ചു കൊടുക്കാം. ഉലുവ എടുക്കാം. ഇപ്പൊ ഉലുവ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നില്ല. ഞങ്ങള് മീൻ, ഇറച്ചി ഇങ്ങനത്തെ ഇതിനെല്ലാം കടുകിടലില്ല. അങ്ങനെ ഇപ്പൊ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഉലുവ മൂത്തിന് ഇപ്പൊ ഇനി വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ച് വെച്ചത് ഇതിലേക്കിടാം. ബ്രൗൺ കളർ ആവണ അങ്ങനെ മൂക്കണം. എന്നാലേ നമ്മളിപ്പോ കറിയെല്ലാക്കുമ്പോ എന്ത് കറിയാക്കുമ്പോഴും ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം നല്ല എണ്ണയിൽ കിടന്ന് റോസ്റ്റ് ആയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഉപ്പ് കുറച്ച് നമുക്ക് ഉള്ളി ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ഇടുന്നു. റോസ്റ്റായിന് റോസ്റ്റായി ഇങ്ങനെ റോസ്റ്റ് ആവണം. അപ്പൊ ഇതിന് തക്കാളിയെല്ലാം നല്ല വെന്ത് തുടങ്ങിന്. അടിപൊളിയായി. ഇനി നമുക്ക് ഇതുണ്ടല്ലേ ഞണ്ട് കഴുകി 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ഇതിന് ഇട്ട് കൊടുക്കാം. നാട്ടില് ഏത് സ്റ്റൈലിൽ വെക്കുന്നുണ്ടോ എന്തോ നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ഇവിടുത്തെ നമുക്കറിഞ്ഞ സ്റ്റൈലിൽ നമ്മൾ കറി വെക്കാം അല്ലേ? അപ്പൊ ഈ തക്കാളി ഉള്ളി എല്ലാം മിക്സ് ആയി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഞണ്ട് വേകാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് വേകാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലായി. ഞണ്ടെല്ലാം ഒന്ന് മുങ്ങിയിരിക്കട്ടെ, നല്ല വേവാണത്. എന്നിട്ട് നമുക്ക് ഇതിന് മസാല ഒന്ന് റെഡിയാക്കാം. കുറച്ച് അധികം എടുക്കണം. ഒരു ഇത്ര എടുക്കുന്നതിന് കുരുമുളക് മാത്രം നല്ല പൊട്ടണം. പൊട്ടി വരുമ്പോ നമുക്ക് ഇതിലെടുത്തലായി. അപ്പൊ കുരുമുളകെല്ലാം ഇതാ പൊട്ടി വരുന്നുണ്ട്. ചെറിയ ജീരകം ഇതാ ഒരു 1/2 സ്പൂൺ. മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി ഒരു 1/2 സ്പൂണ്. കുരുമുളക് ഇടുന്ന കൊണ്ട് കുറച്ച് കുറവ്. നല്ല പാങ്ങില് വെച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനെ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഈ വറുത്ത് പൊടിയാക്കിയത് പിന്നെ ജീരകം ഇട്ടിട്ട് പൊടിയാക്കി ഇതിലിട്ടിട്ടുണ്ട് ഞാനിതാ. മല്ലിപ്പൊടി മഞ്ഞപ്പൊടിന്റെ ഒപ്പം ഇട്ടിട്ട് അതിന് കൂടി ഒപ്പരം വറുക്കല്ല. ഒന്ന് ചൂടാക്കി എടുക്കാം. നോക്ക് എല്ലാം വെന്തില്ല. കട്ട് വെന്തനാ. നല്ല മസാല നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയാലേ. ഞണ്ടിന്റെ മണം വരാൻ തുടങ്ങി. മസാല ഇട്ടപ്പാട് നല്ല കുരുമുളകിന്റെ എല്ലാം മണം അല്ലേ? ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി നേരം അടച്ചു വെക്കാം. ഇതിന്റെ മസാല എല്ലാം വേവണം അല്ലേ? മസാലയിൽ ഒന്ന് വെന്തിട്ട് ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് നമുക്ക് ചോറ് വെച്ചാലേ മസാല പൊടിക്കണം. അതെ. നമുക്ക് കരിവേപ്പിന്റെ ഇല ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം. നല്ല മണം വരുന്നുണ്ട്. മസാല നോക്കൂ. സൂപ്പറായി. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം. ഇങ്ങനെ ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും ടേസ്റ്റ് എല്ലാം എങ്ങനെ ഉണ്ട് നോക്കണം അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഗീത ടേസ്റ്റ് നോക്കി. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. ആക്കിയാലേ നോക്കിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാല് അത് ശരിയല്ല പറഞ്ഞാല് അത് ഞാനൊന്ന് നോക്കണം. ഇപ്പൊ ഞാൻ നോക്കട്ടെ. എന്താ മണം.
കുരുമുളകിന്റെ അതൊരു എരിവുണ്ടല്ലേ അതിന്റെ ഒരു ചൊവ്വ നണ്ടിക്ക് നല്ല ഒരു സൂപ്പറാണ്. അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്, നല്ലുണ്ട്, രസമുണ്ട്. കുറച്ച് ജാസ്തി ചോറ് കഴിക്കാം. അതെ, നണ്ട് കറിന്റെ ആ കുരുമുളകിന്റെ രസം. അതെ. അങ്ങനെ ഇപ്പൊ ഞാൻ വന്നിട്ടേ ഉള്ളു പണി കിട്ടി. അതെ, അപ്പോൾ ബാലേട്ടൻ ഇപ്പം പണിയൊന്നും ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി, വീട്ടിലേ ഉണ്ടായി. പിന്നെ അപ്പവും പോയി രാവിലെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ്. ബൈ.